നരേറ്റീവുകൾക്ക് അഥവാ ആഖ്യാനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരല്ലാത്തവരും ഒക്കെ ഈ ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നതിലും അതിൻ്റെ പുറകെ പോകുന്നതിലും വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിടുന്നതിന് അല്പനാൾ മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നായിരുന്നു ഇവിടെ പ്രചരിച്ച ഒരു കഥ. അത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ട് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് പിഴ ചുങ്കം ഒക്കെ ചുമത്തിയിരുന്നത് കുറച്ച് 18% കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്നാണ്. അതായത് ട്രംപിന് മുന്നിൽ മോദി സറണ്ടർ ചെയ്തു എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ കുറ്റപ്പെടുത്തിയത്. നല്ലത് ചെയ്താലും അവർക്ക് കുറ്റം പറയാനേ കഴിയൂ. ഇപ്പോഴിതാ ഈ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കയറ്റുമതി കുറഞ്ഞപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകി എന്നാണ് പുതിയ കഥ. എന്താണ് ഇതിൻ്റെ വാസ്തവം? ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 72 മണിക്കൂറായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, പൊടിപ്പും തുങ്ങലും വെച്ച് വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനമാണ്, നരേറ്റീവാണ്. സത്യത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഒരു കാലത്തും കുറച്ചിട്ടില്ല. 2022 മുതലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ തുടങ്ങിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന, ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾ അമേരിക്കയും ചൈനയും ഇന്ത്യയും ഒക്കെയാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പല രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ ഗൾഫ് രാജ്യങ്ങളുണ്ട്, അതുപോലെ റഷ്യയുണ്ട്, അതുപോലെ ഇറാനുണ്ട്. ഇറാൻ ഒരു പേർഷ്യൻ രാജ്യമാണ്, ഗൾഫ് മേഖലയ്ക്ക് അടുത്ത് കിടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ തങ്ങൾക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അതിൻ്റെ 1/3 വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്, 1/3 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും. ഇങ്ങനെ കിട്ടാവുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഏറ്റവും വില കുറച്ച് ആര് കൊടുക്കുന്നോ അവരിൽ നിന്ന് കൂടുതൽ അളവിൽ എണ്ണ വാങ്ങും, ക്രൂഡ് ഓയിൽ വാങ്ങും. ഇതാണ് ഇന്ത്യയുടെ നയം. അത് ഇന്ത്യയിലെത്തിച്ച് അതിനെ സംസ്കരിച്ച് മറ്റ് പെട്രോളിയം പ്രോഡക്ട്സ് ആക്കി, അതായത് പെട്രോള്, ഡീസല്, കെറോസിൻ, ടാറ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി അത് വിദേശ രാജ്യങ്ങൾക്ക് പലർക്കും നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം? ഇറാനുമായിട്ട് ഇപ്പോൾ ഇന്ത്യ കച്ചവടം അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത്. ശരിയാണ്, ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ കച്ചവടം വലിയ രീതിയിൽ കുറവ് വന്നിരുന്നു. അത് പക്ഷേ നരേന്ദ്രമോദിയുടെ കാലത്തല്ല, മറിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന, രാഹുലിൻ്റെ അമ്മ സോണിയ UPAയുടെ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്താണ് ഈ ഇറാനുമായിട്ടുള്ള കച്ചവടത്തിൽ ഇന്ത്യ വലിയ കുറവ് വരുത്തിയത്. 2012 ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നു. അത് 11% കുറച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ അക്കാലത്ത് വലിയ പ്രാധാന്യത്തോടെ പുറത്തു വന്നിരുന്നു. 2012 എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു? അന്നത്തെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നേതാവ് ഹിലാരി ക്ലിൻ്റൺ, അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിൻ്റൺ ഇന്ത്യയിലെത്തുകയും വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് വലിയ തോതിൽ കുറയ്ക്കണം എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സന്ദർശനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് 11% കുറച്ചു. അതായത് ഏതാണ്ട് 10-30, ഇപ്പോഴും
ഇന്ത്യ ഗൾഫ് മേഖലയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ഇറാനിൽ നിന്നുമൊക്കെ എണ്ണയും പ്രകൃതിവാതകങ്ങളും ഒക്കെ വലിയ അളവിൽ വാങ്ങുന്നുണ്ട്. അന്ന് 2012 ഹിലാരി ക്ലിൻ്റൻ്റെ ഭീഷണിക്ക് വഴങ്ങി മൻമോഹൻ സിംഗ് സർക്കാർ, സോണിയ നിയന്ത്രിക്കുന്ന പാവ സർക്കാർ, ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് 11% കുറച്ചു. അതുമാത്രമല്ല, ഇറാനുമായിട്ടുള്ള വ്യാപാരം എങ്ങനെ കുറയ്ക്കാം എന്നത് ഇന്ത്യയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു അമേരിക്കൻ പ്രതിനിധിയെ പോലും ഇന്ത്യയിലേക്ക് അവർ അയച്ചു എന്നുള്ളതാണ് സത്യം. ഈ പ്രത്യേക പ്രതിനിധി ഇന്ത്യയിലെത്തി ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ വലിയ അളവിൽ കുറച്ചു കൊണ്ടുവന്നു. ഇതെല്ലാം ഹിലാരി ക്ലിൻ്റൺ അന്ന് പുറത്തുവിട്ടതാണ്. അവരുടെ പ്രസ്താവനയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല, ഇറാൻ അന്ന് നമ്മളോട് ഒരു ഫേവർ, നമ്മളോട് ഒരു ആനുകൂല്യം കാണിച്ചു. അതായത് ഇന്ത്യൻ റുപ്പിയിൽ അവര് നമുക്ക് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകങ്ങളും നൽകുമ്പോൾ പകരം ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി, അവർക്ക് ഡോളർ വേണ്ട എന്നൊരു ആനുകൂല്യം കൂടി അവർ നമുക്ക് മുന്നിൽ വച്ചിരുന്നു. വലിയ രീതിയിൽ നമുക്ക് ഡോളർ ഒഴിവാക്കി ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താമായിരുന്നു. പെട്രോൾ വില വലിയ രീതിയിൽ വർദ്ധിക്കില്ലായിരുന്നു. ഇന്ധന വില ഇന്ത്യയിൽ ഒരിക്കലും വർദ്ധിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആ പാവ സർക്കാർ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അമേരിക്കയുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ഇറാനുമായിട്ടുള്ള കച്ചവടം തന്നെ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ പറയുന്നത് വെറുതെയല്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ വാർത്ത കിടപ്പുണ്ട്. ഇത് 16 മെയ് 2012 ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ആ തീയതിയും കൂടി വ്യക്തമാണ്. ഇന്നും നമുക്കതിൻ്റെ ഡാറ്റ ലഭ്യമാണ്. ഇപ്പോഴിതാ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്ന് മറ്റൊരു പ്രചാരണം. US പ്രതിനിധികൾ ഇന്ത്യയുടെ ഈ ഇന്ത്യ റഷ്യ വ്യാപാരത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ രാഹുൽ ഗാന്ധി മുതൽ നമ്മുടെ CPMൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ്. നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അമേരിക്ക എതിർത്തപ്പോഴും അമേരിക്ക അനുകൂലിച്ചപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് കൃത്യമായി എണ്ണ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന 2 കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. നമ്മളതൊന്നും വകവച്ചില്ല. വളരെ കൃത്യമായിട്ട് എണ്ണ അവരിലൂടെ തന്നെ ഇറക്കേണ്ടത് എത്ര അളവിൽ ഇറക്കണമായിരുന്നോ അത്രയും നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആ 2 കമ്പനികൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അവർ തന്നെ പിൻവലിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പ്രചാരണം നടക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങാനുള്ള അനുമതി അമേരിക്ക നൽകിയിരിക്കുന്നു എന്ന്. കുറഞ്ഞ പക്ഷം നമ്മുടെ നാട്ടിലെ അന്തംകമ്മികളോടും അന്തംകൊങ്ങികളോടും പറയാനുള്ളത്, നിങ്ങൾ ദയവായി സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ശക്തമായിരിക്കുന്ന ഈ കാലത്ത് ദയവായി നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചു വേണം പറയാൻ. അല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടിത്തുള്ളി പറയരുത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് ഇടമില്ലാതെ പോയത്. രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷം വേണം എന്നാഗ്രഹിക്കുന്ന പൗരന്മാർ, എന്നെപ്പോലെയുള്ള പൗരന്മാർക്ക് പോലും ഇന്ന് പ്രതിപക്ഷത്തിനോട് യാതൊരു വിശ്വാസവും ഇല്ലാതായതിന് കാരണം നിങ്ങളുടെ ഈ നിലപാടും നയവുമാണ്. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാകണം പ്രതിപക്ഷം ശ്രമിക്കേണ്ടത്. ഭരണപക്ഷത്തിന് തെറ്റ് സംഭവിച്ചാൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി പ്രതിരോധം തീർത്ത് പ്രതിഷേധം അറിയിച്ച് ആ തെറ്റ് തിരുത്താനാകണം പ്രതിപക്ഷം. ഭരണപക്ഷത്തെ കൊണ്ട് തിരുത്തിക്കാനാകണം പ്രതിപക്ഷത്തിൻ്റെ പ്രവൃത്തി. അല്ലാതെ പൊറാട്ട് നാടകം കളിച്ച്
ചീഞ്ഞ രാഷ്ട്രീയം കളിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാക്കരുത്. ആഖ്യാനങ്ങളും നരേറ്റീവുകളും ഒക്കെ സൃഷ്ടിച്ചുകൊള്ളൂ, അതിനെ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചുകൊള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടയുന്നതാകരുത് അത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മാത്രമല്ല, ഈ അമേരിക്കക്കാർ എന്നു മുതലാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അനുകൂലികളും പ്രതികൂലികളുമായി മാറിയത് എന്ന് മനസ്സിലാകുന്നില്ല. തരം പോലെ ചിലപ്പോൾ അമേരിക്കയെ എതിർക്കും, ചിലപ്പോൾ അമേരിക്കയെ അനുകൂലിക്കും. ഇതെന്ത് തരം രാഷ്ട്രീയമാണ്? ഒന്നുകിൽ സമ്പൂർണമായിട്ടും അമേരിക്കയെ എതിർക്കണം. അങ്ങനെ എതിർത്താൽ പിന്നെ ചികിത്സയ്ക്ക് കൂടും കുടുക്കയും എടുത്ത് അമേരിക്കയിൽ പോകാൻ കഴിയില്ല. അവിടെ അമേരിക്കയെ വേണം. നോക്കൂ, നമ്മുടെ നാട്ടിൽ നിരവധി നേതാക്കൾ മാരകമായ രോഗം വന്നിട്ടും ഇന്ത്യയിൽ തന്നെ ചികിത്സിച്ചു. അവർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകാം, പക്ഷേ അവർ നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലാണ് ചികിത്സ നടത്തിയത്. സുഷമ സ്വരാജിൻ്റെയൊക്കെ പേര് പ്രേക്ഷകർ മറന്നു കാണില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇരട്ടച്ചങ്കുണ്ട് എന്ന് പറയുന്ന വലിയ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ധൈര്യശാലി ചികിത്സിക്കാൻ പോകുന്നത് അങ്ങ് അമേരിക്കയിലാണ്. എന്തൊരു വൈരുദ്ധ്യം! എന്തായാലും ഈ അമേരിക്കയെയും റഷ്യയെയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ജീവിച്ചു പോകുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം.